ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ മാഡ്രിഡിലാണ്. മാഡ്രിഡിൽ In 50 meters, at the roundabout, take the third exit onto Calle Sierra Morena. മാഡ്രിഡിൽ In 300 meters, at the roundabout, take the first exit onto Calle Las Marismas. ലോഡ് ഇറക്കി. നെതർലൻഡ്സിൽ നിന്നുള്ളതായിരുന്നു. ഇറക്കിയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നോടൊപ്പം ഇനി ബേസിലേക്ക് പോരെന്ന് പറഞ്ഞു. എന്നും മാഡ്രിഡിൽ വലിയ ലോഡില്ലാന്ന്. എന്താ കാരണം നമുക്കറിയില്ല. ഒരു പക്ഷേ വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ബേസിലേക്ക് ഒരു 430 കിലോമീറ്റർ. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. സാധാരണ ഗതിയിൽ ഇങ്ങനെ പോകാറില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഈ ആഴ്ചയിലേക്ക് എനിക്ക് ഇനി ഓടിക്കാനായിട്ട് 34 മണിക്കൂർ സമയമുള്ളൂ. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, അടുത്ത വെള്ളിയാഴ്ച, ഇന്ന് തിങ്കളാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസം കഴിഞ്ഞിട്ട് ഇനി സാധാരണ ഗതിയിൽ ഞാൻ വണ്ടി എടുക്കുള്ളൂ. അതിനു മുമ്പ് ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നേരത്തെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഈ ആഴ്ചയിൽ വന്നിട്ട് നമ്മൾ 2 വീക്സ് വന്നിട്ട് 2 ആഴ്ചത്തെ ഓട്ടം വന്നിട്ട് 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിലങ്ങനെ എടുക്കാം. Exit the roundabout onto the ramp. In 300 meters, merge onto E5, A4. നമ്മളിപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച കയറിയതാ നെതർലൻഡ്സിക്ക്. അവിടേക്ക് ഒരു 5 ലോഡ് കൊടുന്ന് എടുക്കാണ്ടായിരുന്നു. 5 ലോഡ് അതുപോലെ തന്നെ അവിടെ കൊണ്ടിട്ടു. അതുപോലെ തന്നെ അവിടെ നിന്ന് ലോഡ് എടുത്തു. അവിടെ നിന്ന് നേരെ തിരിച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് 427 കിലോമീറ്റർ കൂടി ഇനിയുണ്ട് ബേസിലേക്ക്. ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1:41, ഉച്ചയ്ക്ക് 1:45. ഒരു 2 മണിക്കൂറിനകത്ത് മാഡ്രിഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പം എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോന്നു ബേസിലേക്ക് പോരുന്നു. അപ്പോൾ കാലത്ത് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് വളരെ ഫ്ലോ ആണ് മാഡ്രിഡിൽ എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞായറാഴ്ച അതിൻ്റെ പേരിൽ നമ്മൾ 24 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇനി ഇന്നും കൂടെ സാധാരണ ഗതിയിൽ നിർത്തില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസം മെഡിസിൻസ് കയറ്റിയിട്ട് രാത്രി അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോഴേക്കും മെഡിസിൻ്റെ ലോഡ് ഇറക്കും ഗ്രനാദയിൽ. എന്നിട്ട് നേരെ ബേസിൽ പോകണമെന്ന് സാധാരണഗതിയിൽ പതിവ്. പക്ഷെ ഇന്ന് നേരത്തെ തന്നെ നമ്മളപ്പോൾ വിചാരിച്ചിരുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് 6 ദിവസം കൊണ്ട് ബേസിലെത്തുമെന്ന് വിചാരിച്ചത്. ശനിയാഴ്ച എത്താമായിരുന്നു. പക്ഷെ തിങ്കളാഴ്ച കാലത്തായിരുന്നു ലോഡർ കെട്ടി വന്നത് മാഡ്രിഡിൽ. ശനിയാഴ്ച കമ്പനി തുറക്കില്ല. ഈ ഫ്രിഡ്ജായിരുന്നു, ഒരു 54 ചെറിയ ഫ്രിഡ്ജുകൾ. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കമ്പനികൾ ശനിയാഴ്ച തുറക്കില്ല. അപ്പോൾ ഇന്ന് കാലത്തിറക്കി. കാലത്തിറക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തു. കാരണം എന്നിട്ട് വന്ന് വെച്ചാൽ ഓരോ ഫ്രിഡ്ജും ഇറക്കി അതിൻ്റെ ലേബലൊക്കെ അടിച്ച് എന്തൊക്കെയാണ് പരിപാടികൾ. 2 മണിക്കൂർ എടുത്തു. അപ്പം അതും കഴിഞ്ഞ്
വണ്ടി ഒതുക്കി, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചു. അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്നു. ഇനിയൊന്നും കേട്ടപാടൊക്കെ കേൾക്കാത്തപടി നിന്ന് കണ്ട് നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ തന്നെ എഴുതിയേക്കണേന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അടുത്ത ലോഡാനും കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു പോണ്ടി വരും. ഇപ്പം മാഡ്രിഡിൽ വന്നിട്ട് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത്യാവശ്യം നല്ല ചൂടാണ്. വരുന്നതിന് മുന്നായിട്ടൊരു ചായ വെച്ചു. എന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ചായപ്പൊടി ഇട്ടിട്ട് അതൊരു വണ്ടിയിലെ മൈക്രോവേവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് വയ്ക്കണം. 3 മിനിറ്റും 10 സെക്കൻഡും. അതിൽ കൊള്ളുന്നു കഴിഞ്ഞാൽ തിളയ്ക്കും. ഡിപ്പെൻസ് ഓൺ പാല്. ഇപ്പം നമ്മൾ പാലെടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചാൽ അപ്പോൾ അതിൻ്റെ പേരിൽ ആ സമയം എടുക്കും. അല്ലെങ്കിൽ ഒരു 2:50, 2 മിനിറ്റ്, 2.5 മിനിറ്റ്, 3 മിനിറ്റിന് താഴെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം തിളയ്ക്കും. ഇതാണ് വാൾഡെമോറോ എന്ന് പറയുന്ന സ്ഥലത്തിന്. ഇവിടെ നിന്നാണ് സാധാരണ ഗതിയിൽ നമ്മൾ മെഡിസിൻസ് ഫൈനലായിട്ട് കയറ്റുക. DHL കയറ്റും, മാഡ്രിഡിൽ തന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട് മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനി. അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ട് ഇവിടെ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങും. പക്ഷെ ഇന്ന് അവിടെ 2 വണ്ടി ഉണ്ട്. എൻ്റെ കൂടെ ഒരു പുള്ളിയും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്, നെതർലാൻഡ്സിൽ നിന്ന്. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്ന വഴിക്ക് സെക്യൂരിറ്റി പാർക്കിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി. ഇപ്പം ഹെവി റോബറിയാണ് നടക്കണത്. ഫ്രാൻസിലായിരുന്നാലും സ്പെയിനിലായിരുന്നാലും ഹെവി റോബറിയാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഡീസലെങ്കിലും അടിച്ചിട്ട് പോകും. അപ്പോൾ കമ്പനി ഇപ്പോൾ പ്രിഫർ ചെയ്യണത് പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി പാർക്കിൽ ഇടാൻ പറയണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പാർക്കിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 30 യൂറോ ആയിരിക്കും വരാം. 1000 ലിറ്റർ ഡീസലൊക്കെ അടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500, 2000 അടുത്ത് പൈസ പോകും. 2000 യൂറോ എടുത്തു. കമ്പനി ഇപ്പോൾ പ്രിഫർ ചെയ്യണത് അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇവിടുത്തെ വിശേഷം. ഇപ്പം ഇതുപോലത്തെ വണ്ടികൾ സ്പെയിനിൽ ഓടിക്കാം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. 2 ട്രെയിലർ കൂട്ടിയിട്ടുണ്ട്. സ്പെയിൻ്റെ അകത്ത് മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. ഇൻ്റർനാഷണൽ തരത്തിൽ പോകാൻ പറ്റില്ല എന്ന് ചുരുക്കം. വലിയ വ്യത്യാസമൊന്നുമില്ല, സാലറിക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചടങ്ങ് പരിപാടിയാണ്. ലോഡ് ഇറക്കണോടത്തും ലോഡ് കയറ്റണോടത്തും. പാർക്കിങ്ങിന് വേറെ ഇത്. പിന്നെ സ്പീഡ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ ലോഡ് ഇറക്കുന്നത് ഇത് അവിടെ നിന്നാണ് റൗണ്ട് ചെയ്ത് മുകളിലേക്ക് വേണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ ചൊവ്വാഴ്ച കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ചൊവ്വാഴ്ച വീട്ടിലെത്തും. പണിയാണുള്ളത്. ആ സമയത്ത് നമ്മൾ വെള്ളിയാഴ്ച ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വീട്ടിലെത്തും. 24 മണിക്കൂർ റെസ്റ്റ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 6 ദിവസം. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. ഇത് മെഡിക്കൽ വണ്ടിയാണ്. അവനോട് എഴുത്തും കാര്യങ്ങളാണുള്ള. സ്പെഷ്യൽ മാഡ്രിഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ സ്പെഷ്യൽ വണ്ടികൾക്ക് അതിൻ്റെതായ ടൈമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു സെക്കൻഡ് ലൈനിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഇടിക്കും. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ മിഡിൽ ലൈൻ ഇട്ടിട്ട് തേടി കൂടെ കയറി പയ്യനെ ഇങ്ങോട്ട് പോരും. അല്ലെങ്കിൽ നമ്മളത് കഴിഞ്ഞ് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ലൈനിലൊന്നും മര്യാദയ്ക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വണ്ടിക്കാരൻ വളരെ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനത്തെ വണ്ടിക്ക് നമ്മൾ നിൽക്കാറില്ല. 3ലേക്ക് കയറ്റിയിട്ട് നമ്മുടെ എമർജൻസി ലൈറ്റ് ഇട്ടിട്ട് കയറി ഇങ്ങോട്ട് പോരും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ലൈനിൽ കയറാൻ പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ കാര്യങ്ങളിൽ, ഉദാഹരണം വന്നിട്ട് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി കിടക്കണം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ കേസിലൊക്കെ നമ്മൾ 3ാമത്തെ ലൈനിൽ കയറി പോരും. Sitúate en uno de los 2 carriles de la izquierda. നമ്മളിപ്പോൾ മാഡ്രിഡിൻ്റെ ഏകദേശം വണ്ടി കൊണ്ടുപോകുമ്പോഴുള്ള മെയിൻ സംഭവങ്ങൾ ക്രോസ് ചെയ്തിട്ട് തന്നെ ഇനി 1-2 ക്രോസും കൂടി ഉണ്ട് മാഡ്രിഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. In 600 meters, continue straight onto A4. Continue straight onto A4. നമ്മളെ കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം.
കൂട്ടുകാരെ നമ്മളപ്പോൾ ഏകദേശം മാഡിഡ് ചാടി പുറത്തിറങ്ങി. ഇനിയിപ്പോൾ വലിയ തിരക്കില്ല. തിരക്കെന്ന് പറയാനായിട്ട് ഈ ഉച്ചേൻ്റെ പേരിലാണ് വലിയ കുഴപ്പമില്ലാത്തത്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ കാലുകളല്ലേ ആക്സിഡൻറ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് 400 കിലോമീറ്റർ 404 കിലോമീറ്റർ. നമുക്ക് പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കണം 45 മിനിറ്റിൻ്റെ. അതിൽ വണ്ടിയൊക്കെ ഒന്നും കൂടെ ഒതുക്കണം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അവിടെ നിന്ന് നേരെ വീണ്ടും ലിത്വാനിയ വണ്ടി. കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ടിന് അങ്ങനെ ഒത്തിരി നന്ദി. അതുപോലെ എല്ലാവർക്കും ബൈ.